സ്മൃതി പരുത്തിക്കാട് ഉത്തർപ്രദേശിലെ വളരെ കൃത്യമായൊരു കാൽക്കുലേഷനിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ റിയലിസ്റ്റിക്കായി എത്ര നമ്പറാണ് സ്മൃതി പരുത്തിക്കാട് പ്രവചിക്കുക? ഇന്ത്യ മുന്നണി പ്രവചിച്ചിരിക്കുന്നത് 40 എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരിക്കുന്നത് BJPക്ക് പരമാവധി 67 സീറ്റുകൾ വരെ, 67 സീറ്റിലേക്കുള്ള വളർച്ചയാണ്. 62-ൽ നിന്ന് 5 സീറ്റുകൾ കൂടി നേടുമെന്നാണ് എക്സിറ്റ് പോൾ സർവേ പറയുന്നത്. അവിടെ ഇന്ത്യ മുന്നണി കഴിഞ്ഞ തവണത്തെ നില മെച്ചപ്പെടുത്താൻ സാധ്യതയില്ലെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയാണ് എക്സാക്ട് പോളുകൾ 62-ൽ നിന്ന് 67-ലേക്ക് മാറുന്നു എന്നതാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ. 13 സീറ്റുകൾ ഇപ്പുറത്ത് കിട്ടും. അതെ അതെ, അതേപോലെ BSPയുടെ കണക്ക് എത്ര? BSP അവിടെ പറഞ്ഞിരിക്കുന്നത്, BSPയുടെ എത്ര കണക്ക്? സമാജ്വാദി പാർട്ടി നേടുന്നത് 9 അല്ലേ? സമാജ്വാദി പാർട്ടിക്ക് 9 സീറ്റുകളാണ് പ്രവചിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ബാക്കി സീറ്റുകൾ അങ്ങോട്ട് പോകും. ബാക്കി സീറ്റുകൾ എനിക്കൊന്നു അപ്നാദളിൽ 2 സീറ്റ് ഉണ്ടാവും അല്ലേ? BSPക്ക് സീറ്റില്ല. 75 സീറ്റിലെ BJP മത്സരിക്കുന്നു. അപ്നാദൾ 2 സീറ്റിലും രാഷ്ട്രീയ ലോക്ദൾ 2 സീറ്റിലും പിന്നെ ഒരു ചെറിയ പാർട്ടി SP ഒരു സീറ്റിലും, അങ്ങനെയാണ് 80 സീറ്റ്. അപ്പൊ 75 സീറ്റിലെ അവിടെ BJP മത്സരിക്കുന്നുള്ളൂ. മൊത്തത്തിൽ 80 സീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. BJP 62 സീറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. NDA കാൽക്കുലേറ്റ് ചെയ്തതിന്റെ 64 കാണണം. കഴിഞ്ഞ 64 മാജിക് ബുക്കിൽ കുറിക്കുന്നതിന് മുമ്പ് നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റി കണ്ടറിഞ്ഞിട്ടുള്ളതല്ല. വിശകലനങ്ങൾ വരുന്നു, നമ്മളുടെ മുന്നിൽ വരുന്നത് മറ്റ് പ്രതികരണങ്ങൾ വരുന്നു, അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുപോലെ തന്നെ ഈ തരത്തിൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരു അനുമാനത്തിലെത്താൻ എന്ന് മാത്രമേ ഉള്ളൂ. മോദി വികാരം, മോദി തരംഗം എന്നൊന്നില്ല, ദേശീയതാ വികാരം എന്നില്ല. ഇതൊക്കെ തന്നെയാണ് 2019 ഉണ്ടായിരുന്ന കാര്യങ്ങൾ. ഈ സംഭവങ്ങൾ ഇല്ലാത്ത പശ്ചാത്തലത്തിൽ മറ്റു പ്രധാനപ്പെട്ട പല വിഷയങ്ങൾ ശക്തമായി നിൽക്കുകയും ചെയ്തു. എന്താണ്? ഗ്രാമങ്ങളിലെ പ്രതിസന്ധിയുണ്ട്. ഈ അഗ്നിവീർ പദ്ധതി എന്ന വിഷയം അവിടെ നിൽക്കുന്നു. ഈ പടിഞ്ഞാറൻ UP-യിൽ ബാധിക്കുന്ന രജപുത്ര ക്ഷത്രിയ രോഷം എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ദളിതുകളുടെ പ്രതിഷേധം, ഈ ഭരണഘടന മാറ്റുമെന്ന അവരുടെ ആശങ്ക, ഇതൊക്കെ പ്രധാന ഘടകങ്ങളാകുന്നുണ്ട് UP-യിൽ. ഒപ്പം തന്നെ നമ്മൾ ഇതുവരെ കണക്കുകൂട്ടാത്ത ന്യൂനപക്ഷം, മുസ്ലിം ന്യൂനപക്ഷം എങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുമോ എന്നുള്ളൊരു വിഷയം കൂടി. കാരണം അത് BSPയിലേക്ക് കൂടെ നേരത്തെ പോരുന്ന വോട്ടുകളാണ്. അത് എവിടേക്ക് പോകും എന്നുള്ള കാര്യം കൂടി അവിടെ നിൽക്കുന്നു. ഇപ്പോൾ BJP ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് 64 മുതൽ 67 വരെയാണ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് BJPക്ക്. 64 to 67 BJPക്ക് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നു ഇന്ത്യ ടുഡേ. 7 മുതൽ 9 സീറ്റുകൾ വരെ സമാജ്വാദി പാർട്ടിക്ക്, 1 മുതൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസ്. അതാണ് BJPക്കാണോ NDAക്കാണോ 67? BJPക്കാണ് പ്രവചിച്ചിരിക്കുന്നത്. അപ്പൊ മറ്റേ അപ്നാദളിനും RLDക്കും ഒന്നും അപ്പൊ സ്വാഭാവികമായി അവരുടെ അപ്നാദളിനെ പ്രവചിച്ചിട്ടില്ല, BJPക്കാണ് ഇപ്പോൾ പ്രവചനം കണ്ടിരിക്കുന്നത്. NDA എന്ന് കൂട്ടാം. 64 മുതൽ 67 വരെ NDA. ശരി, നമ്മളിപ്പോൾ BSP ചിത്രത്തിലില്ല എന്ന് പറയുന്നു. BSPയിലെ 10 എങ്ങോട്ട് പോകുന്നുള്ളതാണല്ലോ. യാദവ പാർട്ടി എന്നുള്ള പേരിൽ ഒഴിവാക്കാൻ സമാജ്വാദി പാർട്ടി വലിയ രീതിയിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ ദളിതരിലേക്ക് ഇറങ്ങിച്ചില്ല, അല്ലെങ്കിൽ ദളിതുകളുടെ പാർട്ടി കൂടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്ന ഒരു ബോധ്യമുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BSPയുടെ 10 എന്നുള്ളതിൽ പകുതിയെങ്കിലും സമാജ്വാദിയിലേക്ക് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യത കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. കോൺഗ്രസിന് അവിടെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ തവണ ഒരുപക്ഷെ ചിത്രം മാറിയേക്കാം. പക്ഷേ കോൺഗ്രസിനേക്കാൾ സമാജ്വാദി പാർട്ടിക്കാണ് കൂടുതൽ സാധ്യത എന്ന് ഞാൻ കരുതുകയാണ്. BSPയിലെ സീറ്റുകൾ പോകാനുള്ള സാധ്യത. BJP 50 വരെ ആവുകയുള്ളൂ. അതിലേക്ക് മുകളിലേക്ക് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഒന്നുകൂടി പറയൂ, നമ്പർ എത്രയാണ് സർ? BJP 50. BJP 50 വരെ യോഗേന്ദ്ര യാദവിന്റെ കണക്കാണ്. അതെ, വിശ്വാസയോഗ്യമായ കണക്ക്. അങ്ങനെയാണ് 40 ഇപ്പുറത്താ. അല്ല, 40 വരില്ല, 50 അല്ലേ? നിലവിലുള്ള 14 സീറ്റുകൾ നഷ്ടപ്പെടും NDAക്ക്. നിലവിലുള്ള 14 സീറ്റുകൾ NDAക്ക് നഷ്ടപ്പെടുമെന്ന് സ്മൃതി പരുത്തിക്കാട് പറയുന്നു. 50ലേക്ക് NDA ഒതുങ്ങും. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്താ സംഭവിക്കും? 30 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്നാണ്. അതെ, 30 സീറ്റ്സ്. സോ ഉണ്ണി ബാലകൃഷ്ണൻ 25, സ്മൃതി പരുത്തിക്കാട് 30 എന്ന നമ്പറിലേക്കാണ് സ്മൃതി പരുത്തിക്കാട് എത്തുന്നത്. 5 സീറ്റ്സിന്റെ അധിക നമ്പർ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ആ കണക്ക് കൂടി എനിക്ക് MV നികേഷ് കുമാറിലേക്ക് പോകുമ്പോഴേക്കും, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കുറവാണ് അവിടെ BJPയുടെ ഭൂരിപക്ഷം. SP-യുമായിട്ട് ഏറ്റുമുട്ടിയ പലയിടങ്ങളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ
കോൺഗ്രസ് കൂടി ഈ SP-യുടെ കൂടെ ആകുന്നതോടുകൂടി 8 സീറ്റുകളിൽ നിർണായകമായ വിജയം കണ്ടെത്താൻ കഴിയുമെന്ന് കണക്കുകൾ തന്നെ പറയുന്നു. 2019 സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് 49 നിയമസഭാ മണ്ഡലങ്ങളിൽ 5000-ൽ താഴെയാണ് ഉത്തർപ്രദേശിൽ BJP-യുടെ ഭൂരിപക്ഷം എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.